ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ 8 ജന്തുജാലങ്ങൾ നോക്കാം. ആദ്യം തന്നെ കുറച്ച് പിക്ചേഴ്സാണ്. പ്രാണികളുടെ, ചിത്രശലഭത്തിൻ്റെ, ഈച്ചയുടെ, ചെല്ലിയുടെയൊക്കെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനെന്നാണ് പറയുന്നത്. ചിത്രം നിരീക്ഷിക്കൂ. ഇത് ഒരു കുഴിയാനയെ കുറിച്ചിട്ടാണ്. മുട്ട വിരിഞ്ഞ് എന്തായി മാറുന്നു? ഒരു ജീവിയുടെ ലാർവയാണ് ഈ കുഴിയാന എന്ന് പറയുന്നത്. അത് ഏത് ജീവിയുടെയാ? ആൻലയൺ ലേസ് വിങ് എന്ന് പറയുന്ന ഒരു ജീവിയുടെ, ഒരു തുമ്പി വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഇത്. അപ്പം ആദ്യം എങ്ങനെയായിരുന്നു അതിൻ്റെ ഘട്ടം? മുട്ട വിരിഞ്ഞിട്ട് എന്തായി മാറുന്നു? കുഴിയാന, ലാർവയായിട്ട് മാറുന്നു. പിന്നെ അത് പ്യൂപ്പയും, പിന്നെ ലാസ്റ്റ് ആൻലയൺ ലേസ് വിങ് എന്ന് പറയുന്ന ഒരു ജീവിയായിട്ട് മാറുന്നു. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുണ്ടോ? കുഴിയാനയ്ക്ക് പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ കുഴിയാന ആൻലയൺ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറുപ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻറ്റ്ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണി ഉണ്ടാകുന്നത്. അപ്പോൾ കുഴിയാന ഏത് ജീവിയുടെ ലാർവയാണ്? ആൻറ്റ്ലയൺ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ. ഇനി എന്താണ് മെറ്റാമോർഫോസിസ് അഥവാ രൂപാന്തരണം എന്താണ്? ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുകയാണ് ചെയ്യുന്നത്. ഈ രൂപമാറ്റത്തെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. അതിന് പാറ്റക്കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ തന്നെയാണോ ഉള്ളത്? മുട്ട വിരിഞ്ഞ് നിംഫാകുന്നു. നിംഫാണ് പാറ്റക്കുഞ്ഞ്. പിന്നീട് അത് പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റയായി മാറുന്നു. രണ്ടും വ്യത്യാസമുണ്ട് കാണുമ്പോൾ അല്ലേ? എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. നിംഫ് വിവിധ വളർച്ചാഘട്ടത്തിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നു. ഇതിനിടെ പലതവണ അതിൻ്റെ പുറംചട്ട പൊഴിച്ചു കളയുന്നുണ്ട്. പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന പുഴുക്കൾ ഇലകളും മറ്റ് സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു. അതിനാൽ ഇവ പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങൾ ചെയ്യാറുണ്ട്. അതേതൊക്കെയാണ്? ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ പല ഇനം കീടങ്ങളെ അകറ്റും. അതുകൊണ്ടാണ് കൃഷി ചെയ്യുന്നതിലൊക്കെ ചെണ്ടുമല്ലികൾ നടുന്നത്, പച്ചക്കറി കൃഷിയുടെയൊക്കെ ഇടയിൽ. കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? തണ്ടുതുളപ്പൻ പുഴു, പിന്നെ ചാഴി, പിന്നെ പഴയീച്ച, ചെല്ലി, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. കൊമ്പൻ ചെല്ലി ഒക്കെ. നമ്മൾ ഉപയോഗിക്കുന്ന ചില സുഗന്ധവ്യഞ്ജനങ്ങളുടെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങളും ഇടാറുണ്ട്. അതെന്തായിരിക്കും? കീടങ്ങൾ കയറാതെ അകറ്റും. ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങൾ ഇടാറുണ്ട്. കീടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. കുരുമുളക്, ഏല, ഗ്രാമ്പു, കറുവപ്പട്ട, അതൊക്കെയാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ. ഇനി പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രമാണോ? അവ പറയുന്നത് നോക്കൂ. ഞങ്ങൾ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്. ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. ഞങ്ങളിൽ നിന്നുണ്ടാക്കുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു. ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നു. അപ്പം പുഴുക്കൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ചെറുപ്രാണികൾ ഭക്ഷണത്തിന്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേൾ, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് മാംസ്യം, പിന്നെ ജീവകങ്ങൾ തുടങ്ങിയ പോഷകഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ എന്ന് പറയുന്നത്. കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിൽ ഉണ്ട്.
വർണ്ണച്ചിറകുള്ള പ്രാണികൾ. അപ്പോൾ പിക്ചറിൽ കുറേ ചിത്രശലഭങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണെന്ന് നാരകശലഭം, അരളിശലഭം, വരയൻ കടുവ, വെള്ളിലത്തോഴി, വിലാസിനി. ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണെന്ന് എക്സാമിന് ചോദിക്കാം. അപ്പോൾ എന്താണ് ചിത്രശലഭങ്ങളുടെ പേരുകളാണ് നാരകശലഭം, അരളിശലഭം, വരയൻ കടുവ, വെള്ളിലത്തോഴി, വിലാസിനി, പിന്നെ അരളിശലഭം, എരുക്കുതപ്പിയൊക്കെ ടെസ്റ്റിലുള്ളതാണ്, അതുകൊണ്ട് ഇത് പഠിക്കണേ. ചിത്രശലഭങ്ങളുടെ എക്സാമ്പിളാണ്. ചില ചിത്രശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിൽ മാത്രമേ മുട്ടയിടാറുള്ളൂ. ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില ശലഭങ്ങളുടെ പേരുകളാണ് നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, പിന്നെ എരുക്കുതപ്പി. ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും, അതായത് നെക്ടർ പ്ലാന്റ്സും, ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും, അതായത് ഹോസ്റ്റ് പ്ലാന്റ്സും വേണം. ഈ 2 തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം എന്ന് പറയുന്ന. നെക്ടർ പ്ലാന്റ്സും ഹോസ്റ്റ് പ്ലാന്റ്സും ഉള്ള സസ്യങ്ങളുള്ള ഉദ്യാനങ്ങളാണ് ശലഭോദ്യാനം. നിശാശലഭങ്ങളെ എപ്പോഴാണ് കാണുന്നത്? രാത്രി കാലങ്ങളിലാണ് കാണപ്പെടുന്നത്. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണ ഭംഗി ഉണ്ടാകില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശനികളാണുള്ളത്. ഒരു തരം നിശാശലഭത്തിന്റെ ലാർവ ഉണ്ടാകുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. വെങ്കണനീലി. അപ്പോൾ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നിശാശലഭത്തിന്റെ ലാർവയാണ്. ഒരു നിശാശലഭത്തിന്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂല് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ വെങ്കണനീലി എന്ന് പറയുന്ന ഒരു നിശാശലഭത്തിന് ഉദാഹരണമാണ്. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് വെങ്കണനീലി എന്ന് പറയുന്നത്. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെങ്കണ മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. വെങ്കണനീലി ഏത് മരത്തിലാണ് മുട്ടയിടുന്നത്? വെങ്കണ മരം എന്ന് പറയുന്നൊരു മരമുണ്ട്, അതിൽ. ഇനി ചെറുജീവികളുടെ ലോകം എന്ന്, നമ്മുടെ ചുറ്റുപാടിൽ ഏതെല്ലാം ചെറുജീവികൾ ഉണ്ടെന്ന അതിൻ്റെ പിക്ചേഴ്സാണ് കൊടുത്തേക്കുന്നത്. കടന്നല്, ഉറുമ്പ്, തേള്, പഴുതാര, പേൻ, പിന്നെ തുമ്പി, ചിലന്തി. നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും കാണുന്ന ഒരു ചെറുജീവിയാണല്ലോ ഉറുമ്പ്. അപ്പോൾ പലതരത്തിലുള്ള ഉറുമ്പുകളുണ്ട്. ചോണനുറുമ്പ്, പുളിയുറുമ്പ്, വിശറ്, അങ്ങനെയൊക്കെ. ഇനി പല ധർമ്മങ്ങൾ. സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകളെ ഈ കൂട്ടത്തിൽ കാണാം. ചിറകുള്ള ഉറുമ്പുകൾ. പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനെ ഉറുമ്പുകളെ നിരീക്ഷിക്കാനെന്നൊക്കെയാണ് പറയുന്നത്. സമൂഹമായി ജീവിക്കുന്ന മറ്റേതെല്ലാം ചെറുജീവികളുണ്ട്? ചിതലുണ്ട്, തേനീച്ചയുണ്ട്, കടന്നൽ, അങ്ങനെയൊക്കെയുള്ള ജീവികൾ സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്. പ്രാണികളുടെ ഭാഗങ്ങളായ സ്പർശിനികൾ, കാലുകൾ, ചിറകുകൾ, കണ്ണുകൾ എന്നിവ നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചേക്കുവാണ്. ഇനി മത്സ്യങ്ങളത്, ഫിഷസ്. മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെ മത്സ്യങ്ങൾ മുട്ടയിടുന്നത് ഏതെല്ലാം മാസങ്ങളിലാണ്? ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. ആ സമയങ്ങളിലാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ മുട്ടയിടുന്ന സമയമാണ്. അപ്പം ചില മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിൽ വെച്ച് മുട്ട വിരിക്കുന്നുണ്ട്. അത്തരം ജീവികൾ ഏതൊക്കെയാണ്? സ്രാവ്, ഗപ്പി, പിന്നെ റേ മത്സ്യം, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഊത്തക്കയറ്റം. മോളിയുണ്ട്, സ്രാവ്, ഗപ്പി, കടൽ കുതിര, മോളി, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി ഊത്തക്കയറ്റം എന്താണ്? ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ
പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തക്കയറ്റം എന്നറിയപ്പെടുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും. ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. ഇനി ഇതിനകത്ത് കാണുന്ന മുഷി, മത്തി, എൻ്റെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. മുഷിയൊക്കെ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ജീവിയാണ് മുഷി. ഇനി ഉഭയജീവികൾ, ആംഫിബിയൻസ്. ആംഫിബിയൻസ് എന്ന് വെച്ചാൽ എന്താണ്? ജലത്തിലും കരയിലും ജീവിക്കാൻ കഴിവുള്ള ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലായിരിക്കും. പിന്നെ വളർച്ചയെത്തി കരയിലും ജലത്തിലും സജീവമായിരിക്കുന്ന നട്ടെല്ലുള്ളതുമായിട്ടുള്ള ജീവിയാണ് ഈ ഉഭയജീവികൾ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് തവള, സിസീലിയൻസ്. അപ്പോൾ അതിൻ്റെ തവളയുടെ ഒരു ജീവിതചക്രം കൊടുത്തിട്ടുണ്ട്. മുട്ട വിരിഞ്ഞ് ഭ്രൂണാവുന്നു, പിന്നെ എന്തായി മാറുന്നു, ടാഡ്പോൾ ആവുന്നു. അതായത് 2 കൈയുള്ള വാൽമാക്രി, പിന്നെ അതെന്തായി മാറുന്നു, 4 കാലുള്ള വാൽമാക്രി ആവുന്നു. പിന്നീട് പൂർണ്ണ വളർച്ചയെത്തിയ തവളയാകുന്നു. തവള ഉഭയജീവികളിൽ പെടുന്നതാണ്. സിസീലിയനുകൾ എന്താണ്? കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസീലിയനുകൾ എന്ന് പറയുന്നത്. പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു. കണ്ണുകൾ സുതാര്യമായ ത്വക്കുകൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഇവർ ശ്വാസകോശം ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. പാമ്പ്, പല്ലി മുതല കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ഉഭയജീവി വിഭാഗമാണ് സിസീലിയനുകൾ എന്ന് പറയുന്നത്. പ്രാദേശികമായി ഇവ കുരുടികൾ എന്നാണ് അറിയപ്പെടുന്നത്. കണ്ണുകൾ സുതാര്യമായ ത്വക്കുകൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. കാലുകളില്ലാത്ത ഉപജീവിയാണ് സിസീലിയനുകൾ എന്ന് പറയുന്നത്. ഈർപ്പമുള്ള ഇടങ്ങളിൽ മണ്ണിനടിയിലാണ് ഇവ മണ്ണിരയെ പോലെ ജീവിക്കുന്നത്. പിന്നെ ശരീരത്തിൽ മണ്ണിരയുടെ പോലെ തന്നെ വളയങ്ങളൊക്കെ കാണപ്പെടുന്നു. ശരീരത്തിൽ നനവും വഴുവഴുപ്പും ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇതൊരു മാംസഭുക്കുകളും ആയിരിക്കും. ഇനി ഉരകങ്ങൾ എന്താണ്? ഉരകങ്ങൾ, ഇതിൻ്റെ ഉരകങ്ങളുടെ പിക്ചറാണ് കൊടുത്തത്. ഞങ്ങളെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുന്നവരാണ് ഉരകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്? മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നു. പിന്നെ ഇവരൊക്കെ ശീതരക്തജീവികളാണ്. ഇവർക്കൊക്കെ നട്ടെല്ല് കാണും. അതിന് എക്സാമ്പിളാണ് പാമ്പ്, പല്ലി, മുതല, ആമ ഒക്കെ. ഇനി പാമ്പുകൾ, ഉരകവർഗത്തിൽപ്പെട്ട ജീവിയാണ് പാമ്പുകൾ. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പാമ്പുകൾ ഏതൊക്കെയാണ്? അണലി, മൂർഖൻ, അങ്ങനെയൊക്കെ കുറേ പാമ്പുകൾ. ഇനി വിഷപ്പാമ്പുകൾ. കേരളത്തിൽ സാധാരണയായി കാണുന്ന വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനുള്ള സൂചനകൾ. മൂർഖൻ്റെ എന്തുവാ? വികസിപ്പിക്കാവുന്ന പത്തി ഉണ്ടായിരിക്കും. അതിന് പിൻഭാഗത്തായിട്ട് പരസ്പര ബന്ധിതമായ 2 വലയങ്ങളും കഴുത്തിന് താഴെ കുറുകയായിട്ട് വീതിയുള്ള 2 വരകളും കാണും. പിന്നെ രാജവെമ്പാല എന്ന് വെച്ചാൽ പത്തിയിൽ തെളിഞ്ഞു കാണുന്ന ഒരു അടയാളം. 5 മീറ്റർ വരെ നീളം. ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വലയങ്ങൾ. വാലിന് നല്ല കറുപ്പ് കാണും. ഈ ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ. ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകൾ കാണും. കറുത്തിരുണ്ട നിറമായിരിക്കും. അണലി, അടുത്ത ചേരത്തണ്ടൻ അഥവാ അണലി. ത്രികോണാകൃതിയിലുള്ള വലിയ തല കാണും. ശരീരത്തിൽ ചങ്ങല പോലുള്ള പുള്ളികൾ കാണും. കടൽപ്പാമ്പ് അഥവാ വലകടിയൻ. അത് വാൽ പരന്നതും വാല് പരന്നിരിക്കും. പിന്നെ തുഴയുടെ ആകൃതിയിലുമാണ് വാല് കാണുന്നത്. ഇനി പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങളുണ്ട്. കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്ക് വിഷമുള്ളൂ. ഈ പാമ്പ് കടിയേറ്റാൽ എന്തൊക്കെ ചെയ്യേണ്ടത്? കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. പിന്നെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. തൂവൽ കുപ്പായക്കാർ. പക്ഷികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്?
തൂവലുകളിൽ എന്താ ഇവർക്ക് പറക്കാൻ വേണ്ടി വായു അറകൾ കാണും ഇവരുടെ ചിറകുകളിൽ. പിന്നെ ഉഷ്ണരക്തമുള്ളവയായിരിക്കും, കൂടുകൂട്ടും. പിന്നെ കാലിന് പലതരം പ്രത്യേകതകളുണ്ടായിരിക്കും. കൊക്കിൻ്റെയും പ്രത്യേകത ഇര പിടിക്കാനുള്ള രീതിക്കനുസരിച്ച് അവരുടെ ചുണ്ടിൽ വ്യത്യാസം കാണും. നിറത്തിലും ആഹാരത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഇനി സസ്തനികൾ എന്തെല്ലാമാണ്? സസ്തനികൾ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. അതിന് എക്സാമ്പിൾ ആണ് ഈ കൊടുത്തേക്കുന്ന പിക്ചർ. ഇനി ഇവർക്ക് പ്രത്യേകത ഉള്ള എന്തൊക്കെയാണ്? ചെവിക്കൂടയുണ്ട്, ഇവർക്ക് വിയർപ്പ് ഗ്രന്ഥികളുണ്ടായിരിക്കും, 4 അറകളായിരിക്കും ഇവരുടെ, ഹൃദയത്തിന് 4 അറകളുണ്ടായിരിക്കും. ഇവരും സസ്തനികൾ, നട്ടലുള്ള ജീവികളും ആയിരിക്കും. ഇവരും സസ്തനികൾ എന്ന് വെച്ചാൽ ആരൊക്കെയാണ്? തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, നീർനായയൊക്കെ സസ്തനികളിൽ പെടുന്നവയാണ്. പിന്നെ ചില സസ്തനികൾ വളർത്തുമൃഗങ്ങളാണല്ലോ, എന്തെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കും? മാംസത്തിന് ഉപയോഗിക്കാറുണ്ട്. വളർത്തുമൃഗങ്ങൾ ഉപകാരികളാണെങ്കിലും അവയിൽ നിന്ന് മനുഷ്യർക്ക് രോഗങ്ങൾ പകരാറുണ്ടല്ലോ. എന്തൊക്കെയാണ്? പേവിഷബാധ, പക്ഷിപ്പനി, അതൊക്കെ ഉണ്ടാവത്തില്ലയോ? മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടെല്ലുണ്ട്. അപ്പം മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നിവയ്ക്കെല്ലാം നട്ടലുള്ള ജീവികളാണ്. അന്യം നിൽക്കുന്ന ജീവികൾ. ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട്. അതിൽ അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, പിന്നെ അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങൾ മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളവയല്ല. എന്നാൽ ജീവികളുടെ വംശനാശത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ആവാസ വ്യവസ്ഥയുടെ നാശത്തിൽ മനുഷ്യനും പങ്കുണ്ട്. മനുഷ്യന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നത്? വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവികളാണ് കടുവാച്ചിലന്തി. ചിലന്തി വർഗത്തിൽപ്പെട്ട കടുവാച്ചിലന്തി, അത് വംശനാശ ഭീഷണി നേരിടുന്നതാണ്. പിന്നെ ഇനി ഈനാമ്പേച്ചി. ഇനി ജീവികളും അന്ധവിശ്വാസങ്ങളും. വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രയാമ, സർപ്പം. ഈ ജീവികളെക്കുറിച്ച് തെറ്റായ പല ധാരണകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. സാമ്പത്തിക ചൂഷണം, ജീവികളുടെ വംശനാശത്തിനൊക്കെ ഇത് ഇടയാക്കും. ഇത്രയായിരുന്നു ചാപ്റ്റർ. നന്നായി നോക്കുക. താങ്ക് യു.